ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ അലീനയെ കാണാൻ വേണ്ടി മനു എത്താൻ പോവുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ അലീനയെ വെറുതെ അങ്ങ് കാണാൻ വേണ്ടിയല്ല മനു വരുന്നത്. മനു അലീനയെ കാണാൻ വരികയും അലീനയെ ആ പഴയ സ്നേഹനികേതനത്തിൽ കൊണ്ടുപോവുകയും അതിനോടൊപ്പം തന്നെ രേവതിയുടെ മുമ്പിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിപ്പം നാളെ കാണിക്കുമെന്നറിയില്ല. മിക്കവാറും നാളെ അല്ലെങ്കിൽ നാളത്തെ കഴിഞ്ഞ് കാണിക്കാനാണ് ചാൻസ് കൂടുതൽ. നാളെന്ന് നമുക്ക് പറയാം, നാളെ കാണിച്ചില്ലെങ്കിൽ മറ്റന്നാൾ കാണിക്കൂ കേട്ടോ. അങ്ങനെ നമ്മുടെ അലീന ഓരോ പണിയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണല്ലോ അവൻ കയറി വന്നത്, ഹരിശങ്കർ. അങ്ങനെ ഹരിശങ്കറിനെ വരച്ച വരയിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. അലീനയ്ക്ക് സത്യം പറഞ്ഞാൽ വരച്ച വരയിൽ നിർത്താനുള്ളതേ ഉള്ളൂ ഈ ഹരിശങ്കർ എന്ന് പറയുന്ന സാധനം. ഏതായാലും ഹരിശങ്കർ മാത്രമല്ല, ഹരിശങ്കർ വന്ന് അവിടുത്തെ നമ്മുടെ അലീനയുടെ ആങ്ങളെ ഉണ്ടല്ലോ, മൂത്ത ആങ്ങള, അതായത് വൈജയുടെ മൂത്ത പയ്യൻ, ആ പയ്യനെയും കൂടെ വഴിതെറ്റിക്കാൻ വേണ്ടി നോക്കാണ് കേട്ടോ. അങ്ങനെ പല പല വൃത്തികേടുകൾ പറഞ്ഞൊക്കെ കൊടുക്കുകയും അതുപോലെ പല ഫോൺ വീഡിയോസ് ഒക്കെ കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ഹരിശങ്കർ. അങ്ങനെ ആ കുട്ടീനെ വഴിതെറ്റിക്കുന്നത് ഹരിശങ്കർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അവൻ ഒഴിഞ്ഞു മാറി നടക്കുകയാണ്. എനിക്കിതൊന്നും കാണണ്ട, എനിക്കിതൊന്നും ഇഷ്ടമല്ല, നിനക്കറിയാലോ എനിക്കൊരു ക്രഷ് ഉണ്ടെന്ന്, എനിക്ക് അത് മാത്രം മതി എന്ന് പറഞ്ഞപ്പോ ഈയടാ, ഇത്രയും അടുത്ത് കിട്ടിയ ഒരു പൈങ്കിളി പെണ്ണിന് നീ എന്തിനാടാ കൈവിടുന്നത്? അത് പിന്നെ അത് നമ്മുടെ ചേച്ചിയെ പോലെയല്ലേ, നമ്മളെക്കാളും മൂത്തതല്ലേ. ഇതിന് മൂത്തതെന്നോ ഇളയതെന്നോ ഒക്കെ വല്ലതും ഉണ്ടോടാ? എടാ പൊട്ടാ, നീ വെറും പൊട്ടനായി പോയല്ലോടാ. എടാ നീ ഒന്നും മനസ്സിലാക്ക്, അവളെ ഒരു അനാഥ പെണ്ണാ. അവളെ തൊട്ടാൽ ആരെങ്കിലും ചോദിക്കോ പറയോ ചെയ്യോ? ആരും ചോദിക്കാനും പറയാനും പോകുന്നില്ല. പിന്നെ എന്തിനാടാ നീ പേടിക്കുന്നത്? അത് എനിക്ക് പേടിയായിട്ടൊന്നുമല്ല. എടാ ഹരി, നീ പറയുന്നത് സത്യം പറഞ്ഞ അന്യായമായിട്ടുള്ള കാര്യമാണ്. ഒരു പെണ്ണ് വീട്ടിൽ വന്ന് ജോലിക്ക് നിൽക്കുമ്പോൾ ആ പെണ്ണിനെ നമ്മൾ ഉപദ്രവിക്കുക എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ഒരു നല്ല മനുഷ്യനെ നിരക്കാത്ത കാര്യമല്ലേ. ഹമ്പടാ പുളുസു, നീ എന്താ പുണ്യാളെ കൂട്ടി കയറിയിരിക്കാൻ പോവാണോ? എടാ പൊട്ടാ, നീ ഒന്നും മനസ്സിലാക്ക്. നമ്മൾ വലിയ വീട്ടിലെ ആണുങ്ങൾ ഇങ്ങനെ വേലക്കാരി പെണ്ണുങ്ങളെയൊക്കെ പുറകെ നടന്നെന്നോർത്തോ? അവരെ ഒന്ന് തൊട്ടും തലോടിയും നടന്ന് അവർക്കൊരു സന്തോഷം കൊടുക്കുന്നതിന് എന്താണ് കുഴപ്പമിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഈ ഹരിശങ്കർ അങ്ങ് പറയാണ് കേട്ടോ. മനുശങ്കറിന് ഇടയ്ക്ക് വായി വരുന്നുണ്ട്, സോറിയെ. അങ്ങനെ ഹരിശങ്കർ ഇങ്ങനെ ഓരോ വൃത്തികേട് ആ പയ്യനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അലീനെ സമ്മതിക്കുവോ? അലീന അല്ലായിരിക്കണം. അലീനയുടെ ദേഹത്ത് പോയിട്ട് അലീനയുടെ അടുത്ത് ഒരു ഇഞ്ച് വരാൻ പോലും ഹരിശങ്കറിന് പറ്റില്ല. അലീന അതിന് സമ്മതിക്കില്ല. മാത്രമല്ല നമ്മുടെ മനുശങ്കർ അതിന് സമ്മതിക്കുമോ? മനുശങ്കർ ഹരിശങ്കർ പേരിന് നല്ല ചേർച്ചയുണ്ട്, പക്ഷെ സ്വഭാവത്തിന് ഒട്ടും ചേർച്ചയില്ലാതായിപ്പോയി. എന്തായാലും ഒരു പെണ്ണുപിടിയൻ, ഒരു ആഭാസൻ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ ഹരിശങ്കറിനെ. പക്ഷേ ഈ ഹരിശങ്കറിന്റെ സ്വഭാവം മാറും കേട്ടോ. നമ്മുടെ അലീന തന്നെയാണ് ഈ ഹരിശങ്കറിന്റെ സ്വഭാവവും മാറ്റിയെടുക്കുന്നത്. അതും ഉടനെ തന്നെ കാണും, നാളെ കാണില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ മനു എത്തുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മനു വീട്ടിൽ വന്ന് ആദ്യം അച്ചമ്മയുടെ അടുത്താ ചെല്ലുന്നത്. അച്ചമ്മയല്ല കേട്ടോ, അമ്മൂമ്മ, മുത്തശ്ശിയുടെ അടുത്താ ചെല്ലുന്നത്. മുത്തശ്ശി എന്ന് വിളിച്ചുകൊണ്ട് ചെല്ലുന്നു. ഇതാരടാ, നീ പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ. ഞാൻ ഇന്നലെ വന്നതാണേ, പക്ഷെ ഇപ്പോഴെനിക്ക് വരാൻ സമയം കിട്ടിയത്. എന്തു മലമറിക്കുന്ന പണിയാടാ അവിടെ ഉള്ളത് ഇതിനു മാത്രം? പണിയൊന്നും ഇല്ല. പിന്നെ എന്താടാ നിനക്ക് ഇത്രയ്ക്ക് വരാൻ ഇങ്ങോട്ട് പാട്? അത് ഞാനേ ഒരാളെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയതല്ലേ. അല്ല, ആളെ കാണുന്നില്ലല്ലോ. അലീനയോ? അവൾ അവിടെ എവിടെയെങ്കിലും കാണും. അതിന്റെ കാര്യം പറയാതിരിക്കുന്നതാ ഭേദം. നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ, നിന്റെ അമ്മയുടെ ഉപദ്രവം സഹിക്കാതെ. സത്യമായിട്ടും നിന്റെ അമ്മയുടെ ഉപദ്രവം ഞാൻ കുറെ സഹിച്ചു. ഇനി ആ പെങ്കൊച്ചും കൂടെ സഹിക്കണ്ടല്ലോ എന്ന് ഓർത്താ ഞാൻ ഇങ്ങോട്ട് അതിനെ കൊണ്ടുവന്നത്. ഇവിടെ വന്നപ്പം ദാണ്ട കിടക്കണം. എന്ത് ചെയ്യാനാണ്? പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ലല്ലോ. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട്, കുത്താൻ വരുന്ന പോത്തല്ലേ, എന്തേലും ആട്ടെ, വേദം ഓതിയിട്ട് എന്താ കാര്യം? അതുപോലെയാണല്ലോ എൻ്റെ ഒരു മകള്. അല്ല, ആരുടെ കാര്യമോ പറയുന്നത്? ജയന്തി ആന്റിയുടെ കാര്യമാണോ പറയുന്നത്? അത് തന്നെ. വൈജയന്തിയുടെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. അവളുണ്ടല്ലോ, ആ പെണ്ണിനെ ഇവിടെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യിക്കാം മോനെ. രാവിലെ നേരം വെളുത്ത് എണീക്കണം, അതിന് പണിയെല്ലാം ചെയ്യണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ പിള്ളേരുടെ ടിഫിൻ ബോക്സ്, ലഞ്ച് ബോക്സ്, അങ്ങനെ സകല പണിയും ചെയ്യിക്കണം. ഉച്ചയ്ക്ക് കറക്റ്റ് ചോറും റെഡിയാക്കി വെക്കണം. വൈകിട്ടോ പാവ ആ പെണ്ണ് ഇവിടെ ഒരുപാട് അനുഭവിക്കുക. ആണോ അച്ഛമ്മേ? അല്ല, നമുക്ക് ആ പെണ്ണിനെ പറഞ്ഞു വിടണോ? അവളെ പറഞ്ഞൊന്നും വിടണ്ട. സത്യമായിട്ടും അവള് വന്നതിൽ പിന്നെയാ എനിക്കിവിടെ ശ്വാസം എടുക്കാൻ നേരെ ചൊവ്വേ പറ്റുന്നത്. അറിയാലോ, നിന്റെ അമ്മ എന്നെ അവിടെ ഇട്ട് പിഴിയായിരുന്നു. ആ മലത്തിലും മൂത്രത്തിലും ഒക്കെ കിടന്ന് സത്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതം തീർന്നെന്നോർത്താ. പക്ഷേ
പറയാലോ, എൻ്റെ എൻ്റെ ഈശ്വരനാന്ന് തോന്നുന്നു ദൈവദൂതനെ പോലെ ആ പെണ്ണിനെ അയച്ചത്. ആ പിന്നെ ആ പെണ്ണിന് എങ്ങും പോക്കടമൊന്നും ഇല്ലല്ലോ, പാവം, സങ്കടം, ഒരുപാട് സങ്കടം അതിന്. എങ്കിലും എല്ലാവരോടും ഇഷ്ടമാ, സ്നേഹമാ, എല്ലാവരെയും സ്വന്തം പോലെയാ കരുതുന്നത്. അതുപോലെയാ. പിന്നെ ഉണ്ടല്ലോ ഒരു സംഭവം ഉണ്ടായി, അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്കൊക്കെ നല്ല ടേസ്റ്റാന്ന് വൈജയന്ത് പറഞ്ഞു. ഓഹോ, അങ്ങനെ പറഞ്ഞോ? സാധാരണ അങ്ങനെയൊന്നും പറയാറുള്ളതല്ലല്ലോ. നിനക്ക് വൈജയന്തിനെ കുറിച്ച് അറിയാലോ, അവള് സത്യം സത്യം പോലെ പറയത്തുള്ളൂ. അവക്ക് ഇഷ്ടപ്പെട്ടു, വെറുതെ പറഞ്ഞൊന്നും അല്ല അവള്. സത്യമായിട്ടും ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ്, നന്നായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. ഓഹോ, ഇപ്പം മുത്തശ്ശിക്ക് ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ അലീനയോടാണെന്ന് തോന്നുന്നല്ലോ ഇഷ്ടം. അതേടാ, നിങ്ങളെക്കാളൊക്കെ കൂടുതൽ ആ പെങ്കൊച്ചിനോട് തന്നെയാടാ എനിക്കിഷ്ടം. കാരണം അത് എന്നെ അത്രയ്ക്ക് പൊന്നുപോലെയാണ് നോക്കുന്നത്. ഈ വീട്ടിലെ സകല പണി ചെയ്യുകയും എന്നെ നോക്കുകയും അതിനിടയിൽ അതിൻ്റെ പ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പെൺകുട്ടികളാണെങ്കിലേ ഇങ്ങനെ വേണം. ഇതുപോലൊരു പെൺകുട്ടീനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയ്ക്കും അച്ചടക്കവും ഒതുക്കവും വിനയവും ഒക്കെ ഉള്ളൊരു പെൺകുട്ടി. ഇത് നല്ല ഏതോ തറവാട്ടിൽ ജനിക്കേണ്ടതായിരുന്നു. ഏതോ നല്ല തറവാട്ടിൽ ജനിച്ചതായിരിക്കും. എന്താണോ അതിൻ്റെ ഗതി ഇങ്ങനെയായി പോയി. ആണോ? അല്ല, ഇത്രയൊക്കെ പോഴ്ത്തി പറഞ്ഞിട്ട് അലീനയെ കാണാതെ പോയാൽ മോശമല്ലേ? അവളിപ്പോൾ ഇങ്ങോട്ട് വരും, അവൾ കുളിക്കാനും ഫ്രഷ് ആകാനും അങ്ങോട്ട് അങ്ങോട്ട് പോയതാന്ന് പറയാ. ഏതായാലും നമ്മുടെ അലീന വരുന്നുണ്ട് കേട്ടോ. അലീന വരുമ്പോൾ മനുശങ്കർ പേടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അതായത് ടപ്പേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിക്കില്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു, ഇന്നലത്തെ പ്രമേയം ഞാൻ പറഞ്ഞായിരുന്നു തോന്നല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ പേടിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീനൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അലീനയ്ക്ക് ചെറിയൊരു ആഗ്രഹം കേട്ടോ, വേറൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞതുപോലെ സ്നേഹനികേതനിൽ പോകണം, അതുപോലെ രേവതീനെ കാണണം, അതുപോലെ തന്നെ നമ്മുടെ ബ്രിജിത്താമ്മയുടെ ആ ഒരു കല്ലറയിൽ പോകണം, മെഴുകുതിരി കത്തിക്കണം, പ്രാർത്ഥിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചിന്നുമോൾ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടീനെ കാണണം. അപ്പൊ ഇതൊക്കെ നമ്മുടെ അലീനയുടെ ആഗ്രഹങ്ങളാണ്. അപ്പൊ അലീന ഉണ്ടല്ലോ ഈ ആഗ്രഹം നമ്മുടെ മുത്തശ്ശിയോട് തന്നെയാണ് പറയുന്നത്. അപ്പൊ മുത്തശ്ശിയോട് പറയാ, എത്ര നാളായി ഞാനൊന്ന് ഒരു പള്ളിയിൽ പോയിട്ട്, ഇവിടെ അടുത്ത് പള്ളി വല്ലതും ഉണ്ടോ മുത്തശ്ശി എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ, ഇവിടെ അടുത്ത് പള്ളി ഉണ്ടല്ലോ. അതെ, ഞാനൊന്ന് പൊക്കോട്ടെ. അയ്യോ, തന്നെ പോകാനോ? വേണ്ട വേണ്ട, ഞാൻ വിടത്തില്ല. അതെന്താ തന്നെ പോയാല്? ദേ, തന്നെ ഒന്നും പോയാൽ ശരിയാവില്ല. ഇത്ര സുന്ദരിയായ ഒരു പെൺകുട്ടി തന്നെ പോയാൽ എങ്ങനെയാ ശരിയാവുന്നത്? പിന്നെ ദേ, ഞാൻ അത്രയ്ക്ക് സുന്ദരിയൊന്നും അല്ല. ആര് പറഞ്ഞു സുന്ദരിയല്ലെന്ന്? നീയേ ഇവിടുത്തെ വൈജയുടെയൊക്കെ മക്കളും അതുപോലെ കമലയുടെ മോളൊക്കെ നടക്കുന്ന പോലെ ഒന്ന് ഒരുങ്ങി നടന്നു നോക്കിയേ. ഒരു സുന്ദരി പെങ്കൊച്ചാ നീ. ആണോ? സത്യമാണോ? ആ, അതെ. അല്ല, മോക്ക് ഒരുങ്ങണമെന്നൊന്നും ആഗ്രഹമില്ലേ? ഏയ്, എനിക്ക് ഒരുങ്ങണമെന്നൊന്നും ആഗ്രഹമില്ല. വൃത്തിയായിട്ടും മെനയായിട്ട് നടക്കാൻ എന്തിനാ ഒരുങ്ങുന്നത്? എന്നും രാവിലെ കുളിക്കുക, വൈകിട്ട് കുളിക്കുക, വൃത്തിയായിട്ട് നടക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരുങ്ങുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല മുത്തശ്ശി. ഇഷ്ടമല്ലെങ്കിൽ ഒരുങ്ങൊന്നും വേണ്ട കേട്ടോ. ഏതായാലും മോളുടെ ആഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് പള്ളിയിൽ ഏതായാലും വൈജയ്ക്ക് കൊണ്ടുപോകാൻ സമയമില്ല, അവളോട്ട് കൊണ്ടുപോകത്തുമില്ല. ബാലേന്ദ്രനെ കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കത്തുമില്ല. നീ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മനുവിനോട് പറയാം. മനു ചിലപ്പോൾ നിന്നെ കൊണ്ടുപോകും. അത് പിന്നെ ഇവിടെ എല്ലാവരോടും ചോദിക്കാതെ ഞാൻ തന്നെ പോയി കഴിഞ്ഞാൽ, അതെ, വൈജയന്തിനെ കൊണ്ടൊക്കെ സമ്മതിപ്പിക്കുന്ന കാര്യം ഞാനേറ്റെന്നേ. ഞാൻ അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കേൾക്കും. മോള് വിഷമിക്കൊന്നും വേണ്ട, മോള് വിഷമിക്കാതിരിക്കുക. മോളെ ഞാൻ പള്ളിയിൽ വിട്ടാൽ പോരെ? പള്ളിയിൽ വിടാം. അതെ, പള്ളിയിൽ മാത്രമല്ല, എനിക്കെൻ്റെ അനിയത്തീനെ ഒന്ന് കാണാൻ പോകണം. അതുപോലെ എനിക്ക് 2 അനിയത്തിമാരുണ്ടേ. അനിയത്തിയോ? അതേതനിയത്തി? അത് സ്നേഹനികേതനിൽ ഞങ്ങൾ നല്ല കൂട്ടുകാരായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ രേവതി, അവളെയും ഒരു വീട്ടിലെ ആക്കിയിരിക്കുന്നത് ബ്രിജിത്താമ്മ. ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. അവളെ എൻ്റെ സ്വന്തം അനിയത്തിയാ. ഒരമ്മയുടെ വയറ്റിൽ പെറ്റില്ല എങ്കിലുവേ ഞങ്ങൾ സ്വന്തം പോലെ തന്നെയാ, കൂടപ്പിറപ്പിനെ പോലെ തന്നെ. അവൾക്ക് എന്നോട് ഭയങ്കര സ്നേഹ. അവളെ കുഞ്ഞായപ്പോഴാണ് എൻ്റെ കൈ കിട്ടിയത്. എനിക്ക് 5 വയസ്സോ 6 വയസ്സോ ഉള്ളപ്പം. എങ്കിലും ഞാനായിരുന്നു അത്ര അവളെ എടുത്തോണ്ട് നടന്നതും വളർത്തിയതും ഒക്കെ. അവളെ കാണാനേ എനിക്ക് നല്ല കൊതിയുണ്ട്. അല്ല, അവളെവിടെയാ താമസിക്കുന്നത്? അവള് താമസിക്കുന്നത് നെടുമ്പാശ്ശേരിയോ എറണാകുളം ഭാഗത്തെങ്ങാണ്ട. അയ്യോ, ഇവിടുന്ന് അവിടെ വരെ പോവാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ മോളെ? അത് മോളെ കൊണ്ട് തന്നെ പറ്റില്ലല്ലോ. ഇല്ല, എന്നെ കൊണ്ട് തന്നെ പറ്റുമൊക്കെ ചെയ്യും. വിടുവാണെങ്കിൽ ഞാൻ പോയിട്ട് വരാം. അപ്പോഴത്തേക്കും വൈജയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. വൈജ നിന്നെ തന്നെ വിടാനും പോകുന്നില്ല. മനു ഏതായാലും ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ, അവൻ വന്നിട്ടുണ്ടല്ലോ, അവനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്നൊക്കെ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പൊ മനുവിന്റെ കൂടെ പള്ളിയിലേക്ക് വിടാനും, അതുപോലെ തന്നെ മനുവിന്റെ കൂടെ നമ്മുടെ രേവതീനെ കാണാനും ചിന്നുമോളെ കാണാനൊക്കെ വിടാനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ ഒരു യാത്ര പോക്കൊക്കെ ഇവർക്കിടയിൽ ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു ചെറിയൊരു കുരുപ്പുണ്ടാവുമായിരിക്കും അല്ലെ. മുട്ടിട്ട് കയറട്ടെ, തളിർക്കട്ടെ, വിരിയട്ടെ എന്നൊക്കെ പറയാം. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല്
നമ്മുടെ മനുശങ്കർ വന്നല്ലോ. അപ്പൊ മനുശങ്കർ വന്നതുകൊണ്ട് തന്നെ മറ്റേ നമ്മുടെ ഹരിശങ്കറിന്റെ ഇടപാടുകളൊന്നും നടക്കുന്നില്ല കേട്ടോ. അപ്പൊ തന്നെ വണ്ടി വരുന്നു, ഓണടിയൊക്കെ കേൾക്കണുണ്ടേ. അത് മാത്രമല്ല, അതല്ലെങ്കിൽ തന്നെ ഇടപാട് നടക്കുകയില്ല. കാരണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്കുകയല്ലേ നമ്മുടെ അലീന. ഏതായാലും ആ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മുത്തശ്ശിയുടെ മനസ്സിൽ മനുവിന് നമ്മുടെ അലീന ചേരുമെന്നും അതുപോലെ ഒരു പെണ്ണ് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്നും അവളൊരു നല്ല കുടുംബത്തിലാണ് ജനിച്ചതെങ്കിൽ ഇപ്പൊ സത്യമായിട്ട് നിന്നെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഏതായാലും നമ്മുടെ അലീന മനുശങ്കർ വരുമ്പം ഒത്തിരി ഹാപ്പി ആകുന്നുണ്ട്. മനുശങ്കർ അലീനയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് സീനുകളൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ്. അപ്പൊ ഇനിയിപ്പോ നാളെ നമുക്ക് ഫുൾ വിശേഷമായിട്ട് കാണാം അല്ലെ. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും കൂടി അടിക്കുക. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പൊ ടാറ്റാ, ബൈ ബൈ. സോറി, ഷെയർ അല്ല, സബ്സ്ക്രൈബ്. കിളിയൊക്കെ പോയെന്ന് ഒന്ന് സബ്സ്ക്രൈബ്, ഷെയർ അല്ല കേട്ടോ. അറിയാതെ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് പറയുമ്പോൾ ആ ഒരു രീതിയിൽ അങ്ങ് പറഞ്ഞു പോയതാ. ഓക്കെ, ഞാൻ പോവാം. ബൈ ബൈ.